നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയ ഷൈൻ ടോം ചാക്കോ സംസ്ഥാനം വിട്ടുവെന്ന് സൂചന. ഷൈനെതിരെ വിൻസി അലോഷ്യസ് നൽകിയ പരാതി ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി തിങ്കളാഴ്ച അടിയന്തര യോഗം ചേർന്ന് പരിഗണിക്കും. സംഭവത്തിൽ അമ്മയുടെ റിപ്പോർട്ട് ഇന്ന് വരുമെന്നാണ് സൂചന. വിൻസി അലോഷ്യസിൽ നിന്ന് വിവരങ്ങൾ തേടാനുള്ള നീക്കം എക്സൈസ് ഉപേക്ഷിച്ചു. വിൻസിയുടെ ഭാഗത്തു നിന്നും മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. വനിതാ CPO റാങ്ക് പട്ടികയിൽ നിന്ന് 45 പേർക്ക് കൂടി നിയമന ശുപാർശ. സമരം ചെയ്യുന്നവരിൽ 3 പേരും ഈ പട്ടികയിൽ ഉൾപ്പെടും. റാങ്ക് പട്ടികയുടെ കാലാവധി നാളെ അവസാനിക്കാനിരിക്കെയാണ് നിയമന ശുപാർശ. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നു. വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ. കുരിശുമരണത്തിന് മുന്നോടിയായി യേശുവിന്റെ പീഡാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കാൻ കുരിശിന്റെ വഴിയിലും വിശ്വാസികൾ പങ്കെടുക്കും. തിരുവനന്തപുരത്ത് കുരിശിന്റെ വഴി പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ പള്ളി അങ്കണത്തിൽ നിന്ന് ആരംഭിച്ചു. പ്രാരംഭ സന്ദേശം കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ നൽകി. സമാപന സന്ദേശം ആർച്ച് ബിഷപ്പ് തോമസ് നെറ്റോ നൽകും. കൊല്ലം അഞ്ചൽ മണലിൽ മലങ്കര കത്തോലിക്ക പള്ളിയിൽ ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ നേതൃത്വം നൽകും. ലഹരി മാഫിയ സംഘത്തിന് മുന്നിൽ പകച്ചുപോയ സമൂഹത്തിന് ശക്തി പകരാൻ കുരിശിന് കഴിയട്ടെ എന്ന് ബസേലിയോസ് മാർ ക്ലീമീസ് കാതോലിക്ക ബാവ. മതചിഹ്നമായിട്ടല്ല കുരിശിനെ കാണുന്നത്, രക്ഷയുടെ അടയാളമാണ്. കുരിശിനെ മാനിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും ബാവ. മുനമ്പം വിഷയത്തിൽ സർക്കാരിനെ തലോടി ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ. കാര്യങ്ങൾ സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതായി കരുതുന്നില്ലെന്നും വിഷയം പരിഹരിക്കപ്പെട്ടാൽ സർക്കാരിന്റെ മൈലേജ് കൂടുമെന്നും വർഗീസ് ചക്കാലക്കൽ. കോടതിക്കപ്പുറം പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കേണ്ടതുണ്ട്. എന്നാൽ കോടതി ഇടപെട്ടതിനാൽ കോടതി വിധി തന്നെയാകും അന്തിമമെന്നും ആർച്ച് ബിഷപ്പ്. പെസഹ ആചരണത്തിന്റെ ഭാഗമായിട്ടുള്ള കാൽകഴുകൽ ശുശ്രൂഷകൾ ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനിൽ നടന്നു. ശുശ്രൂഷകൾക്ക് ബ്രിസ്ബെയിൻ സെന്റ് ജോർജ് പള്ളിയിൽ നടന്നു. സൺഷൈൻ കോസ്റ്റ് മുതൽ ഗോൾഡ് കോസ്റ്റ് വരെയുള്ള വിവിധ ദേവാലയങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെയും എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെയും സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് നിർവഹിക്കും. കാലിക്കടവ് മൈതാനത്ത് ഏപ്രിൽ 21-ാം തീയതി രാവിലെ 10 മണിക്കാണ് ഉദ്ഘാടനം. കേരളത്തിൽ മരണനിരക്ക് കുറഞ്ഞതിനാൽ കൂടുതൽ പേർക്ക് പെൻഷൻ നൽകേണ്ടി വരുമെന്ന പരാമർശത്തിൽ വിശദീകരണവുമായി മന്ത്രി സജി ചെറിയാൻ. പോസിറ്റീവായി പറഞ്ഞ വിഷയത്തെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചെന്നും ന്യൂസ് 18 അഭിമുഖത്തിൽ സജി ചെറിയാൻ. വിമർശനങ്ങളെ പരിഹസിച്ച് ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS. മഴ പെയ്തു കഴിഞ്ഞ് മരം പെയ്യുന്ന പോലെ ഇറ്റിറ്റ് വീഴുന്ന മഴത്തുള്ളികൾ ചിലമ്പുന്നതും പുലമ്പുന്നതും കേൾക്കുന്നുവെന്ന് ദിവ്യ എസ് അയ്യർ കുറിച്ചു. തനിക്ക് ബോധ്യമുള്ളപ്പോൾ സ്നേഹാദരവ് അർപ്പിക്കുന്നത് പതിവാണെന്നാണ് ദിവ്യയുടെ വിശദീകരണം. അത് പാതയല്ല, ജീവിതപാതയാണെന്നും ഇൻസ്റ്റഗ്രാം കുറിപ്പിൽ ദിവ്യ പരിഹസിച്ചു. മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിസ്മോളും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തേക്കും. സംഭവത്തിൽ ഏറ്റുമാനൂർ പോലീസിന് പരാതി നൽകാൻ ജിസ്മോളുടെ കുടുംബം തീരുമാനിച്ചു. പരാതി ലഭിച്ചാൽ മൊഴി രേഖപ്പെടുത്തി കേസെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. ജിസ്മോളുടെയും മക്കളുടെയും സംസ്കാരം നാളെ നടക്കും. ദേശീയ വാർത്ത. കശ്മീർ ഇസ്ലാമാബാദിന്റെ കഴുത്തിലെ സിര എന്ന പാക് സൈനിക മേധാവിയുടെ പ്രസ്താവനയെ ശക്തമായ ഭാഷയിൽ അപലപിച്ച് ഇന്ത്യ. നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയ പ്രദേശം ഒഴിപ്പിക്കുക എന്നതാണ് കശ്മീരിന് പാകിസ്ഥാനുമായുള്ള ഏക ബന്ധമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ബില്ലുകളിൽ തീരുമാനമെടുക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തിന് കാലപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിയിൽ രൂക്ഷ വിമർശനവുമായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ. ജഡ്ജിമാർ സൂപ്പർ പാർലമെന്റായി പ്രവർത്തിക്കുന്ന ജനാധിപത്യം ഇന്ത്യ ഉദ്ദേശിച്ചിട്ടില്ല എന്നായിരുന്നു വിമർശനം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 142 ജനാധിപത്യ ശക്തികൾക്കെതിരായ ആണവ മിസൈലായി മാറിയിരിക്കുകയാണെന്നും ഉപരാഷ്ട്രപതി. ഒഡീഷയിൽ ഓസ്ട്രേലിയൻ സുവിശേഷകനായ ഗ്രഹാം സ്റ്റെയിൻസിനെയും 2 മക്കളെയും ജീവനോടെ കത്തിച്ചുകൊന്ന കേസിൽ ശിക്ഷാ ഇളവ് ലഭിച്ച പ്രതികളിലൊരാളായ മഹേന്ദ്ര ഹെംബ്രാം ജയിൽ മോചിതനായി. 25 വർഷമായി ജയിലിൽ കഴിയുന്ന മഹേന്ദ്ര ഹെബ്രാമിന് നല്ല നടപ്പ് പരിഗണിച്ചാണ് ഒഡീഷ സർക്കാർ ശിക്ഷാ ഇളവ് നൽകിയത്. രാജ്യാന്തര വാർത്തകൾ.
ഫ്ലോറിഡ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിയുടെ വെടിവെപ്പിൽ 2 പേർ കൊല്ലപ്പെട്ടു, 5 പേർക്ക് പരിക്കേറ്റു. അക്രമിയെ ഉദ്യോഗസ്ഥർ തിരിച്ചു വെടിവെച്ചാണ് കീഴ്പ്പെടുത്തിയത്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെടിവെച്ചത് മുൻ പോലീസ് ഉദ്യോഗസ്ഥയായ അമ്മയുടെ തോക്കുപയോഗിച്ച്. US ഇറാൻ ആണവ കരാറിലെ 2ാം ഘട്ട ചർച്ച നാളെ. ഇറ്റലി തലസ്ഥാനമായ റോമിലാണ് ചർച്ച. ഒമാൻ മധ്യസ്ഥത വഹിക്കും. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ബെന്യാമിൻ നെതന്യാഹു അനുവാദം ചോദിച്ചെന്നും ഡൊണാൾഡ് ട്രംപ് അനുവദിച്ചില്ലെന്നും റിപ്പോർട്ടുകൾ. ആണവ ഇന്ധനമായ യുറേനിയത്തിന്റെ സമ്പുഷ്ടീകരണം ഇറാൻ നിർത്തില്ലെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. ഇറാന്റെ ആണവ പദ്ധതികൾ പരിമിതപ്പെടുത്തുന്നതിനായി അമേരിക്കയുമായുള്ള 2ാം വട്ട ചർച്ച ഒമാനിൽ ശനിയാഴ്ച നടക്കാനിരിക്കെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സൗദി പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാൻ അൽ സൗദ് ഇറാൻ സന്ദർശിച്ചു. ഇറാൻ സൈനിക മേധാവി മേജർ ജനറൽ മുഹമ്മദ് ബഖേരിയുമായി കൂടിക്കാഴ്ച നടത്തി. മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും നിലനിർത്താനും ഭീകരതയ്ക്കെതിരായ നീക്കം ശക്തമാക്കാനും വേണ്ട നടപടികളാണ് ചർച്ചയായതെന്ന് ഇറാനിയൻ ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഇറാനിൽ നിന്നും ഇന്ധനം ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് വരുന്ന ആഴ്ചകളിൽ ക്രൂഡ് ഓയിൽ വില ഉയരുമെന്ന് വിലയിരുത്തൽ. ബ്രെന്റ് ക്രൂഡ് ഓയിൽ ഫ്യൂച്ചറുകൾ 1.3% ഉയർന്ന് ബാരലിന് $66.69 US വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് ക്രൂഡ് ഓയിൽ 1.5% ഉയർന്ന് ബാരലിന് $63.39 പുതിയ താരിഫ് നടപടികൾ ഫെഡറൽ റിസർവിനെ പ്രതിസന്ധിയിലെത്തിച്ചെന്ന് കുറ്റപ്പെടുത്തിയ ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിനെ പിരിച്ചുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി ഡൊണാൾഡ് ട്രംപ്. പലിശ നിരക്ക് വേഗത്തിൽ കുറയ്ക്കാത്തതാണ് പ്രശ്നമെന്നും പലിശ നിരക്ക് വേഗത്തിൽ കുറച്ചില്ലെങ്കിൽ പിരിച്ചുവിടാൻ മടിക്കില്ലെന്നും മുന്നറിയിപ്പ് നൽകി. എപ്പോഴും വളരെ വൈകിയും തെറ്റായുമാണ് ഫെഡറൽ റിസർവ് ചെയർമാൻ തീരുമാനമെടുക്കുന്നതെന്നും ട്രംപിന്റെ വിമർശനം. അധികാരമൊഴിഞ്ഞ ശേഷമുള്ള ആദ്യ പൊതുപ്രസംഗത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കടന്നാക്രമിച്ച മുൻ US പ്രസിഡന്റ് ജോ ബൈഡൻ പുതിയ ഭരണകൂടം അമേരിക്കയിലെ സുരക്ഷാ ഏജൻസിക്ക് മേൽ കോടാലി വീശുകയാണെന്നാണ് ആരോപണം. 100 ദിവസം കൊണ്ട് വളരെയധികം നാശവും അനർത്ഥവും പുതിയ ഭരണകൂടം വരുത്തിയെന്നും ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ സംബന്ധിച്ച പരിപാടിയിൽ ബൈഡൻ. റഷ്യൻ അധിനിവേശം നേരിടുന്ന യുക്രൈനിൽ പട്ടാള നിയമം ഓഗസ്റ്റ് വരെ നീട്ടാൻ പാർലമെന്റ് തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച ബില്ലിനെ 357 പേർ അനുകൂലിച്ചപ്പോൾ ഒരാൾ മാത്രം എതിർത്തു. കാലാവധി തീർന്ന പ്രസിഡന്റ് സെലൻസ്കിക്ക് മേൽ തെരഞ്ഞെടുപ്പ് നടത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമ്മർദ്ദം ചെലുത്തുന്നതിനിടെയാണ് ഇത്. ഇസ്രായേലിന്റെ കടുത്ത നിയന്ത്രണങ്ങളും സൈനിക നടപടികളും കാരണം ഗസയിൽ ഹമാസ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക്. ഹമാസിന് പണം എത്തുന്ന വഴികളെല്ലാം ഇസ്രായേൽ അടച്ചതോടെ ശമ്പളവും ദൈനംദിന ചെലവുകളുമടക്കം പ്രതിസന്ധിയിലായെന്ന് റിപ്പോർട്ടുകൾ. യുദ്ധം തുടങ്ങും മുമ്പ് ഹമാസിനുണ്ടായിരുന്നത് $500 മില്യൺ കരുതൽ പണശേഖരം. ഖത്തറിൽ നിന്ന് പ്രതിമാസം $15 മില്യൺ വീതവും ലഭിച്ചിരുന്നു. പണം മുടങ്ങിയതോടെ ബാങ്ക് ഓഫ് പലസ്തീനിൽ നിന്ന് $180 ഹമാസ് പിടിച്ചെടുത്തുവെന്ന് റിപ്പോർട്ടുകൾ. വത്തിക്കാനിൽ നടക്കുന്ന വിശുദ്ധവാര തിരുകർമ്മങ്ങളിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കർദിനൽമാരെ നിയോഗിച്ചു. മാർപ്പാപ്പ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കാത്തതിനാലാണ് നിയമനം. വിശുദ്ധ കുർബാനയ്ക്ക് കർദിനാൾ ഡൊമിനിക്കോ കാഞ്ഞോ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടിമരം മസ്കത്തിൽ അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യും. അൽ ഖ്വൈറിലെ 126 മീറ്റർ ഉയരമുള്ള കൊടിമരത്തിന്റെ ഉദ്ഘാടനം അടുത്ത മാസം ഉണ്ടാകുമെന്ന് മസ്കത്ത് മുനിസിപ്പാലിറ്റി ചെയർമാൻ അഹമ്മദ് അൽ ഹുമൈദി അറിയിച്ചു. $10 മില്യൺ ചെലവ് കണക്കാക്കുന്ന പദ്ധതി പൂർത്തിയാക്കുന്നത് സ്വകാര്യ മേഖലയുമായി സഹകരിച്ച്. ഗതാഗതം, ലോജിസ്റ്റിക്സ്, വിവര സാങ്കേതിക വിദ്യ മേഖലകളിൽ സ്വദേശിവൽക്കരണം കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങി ഒമാൻ. ഈ വർഷം പ്രധാന മേഖലകളിൽ 5380 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. വർഷത്തിലെ ആദ്യപാദത്തിൽ 1450 ഒമാനികൾക്ക് ഗതാഗത ലോജിസ്റ്റിക്സ് മേഖലയിൽ ജോലി ലഭിച്ചിട്ടുണ്ട്. 236 പേർക്ക് IT മേഖലയിലും ജോലി ലഭിച്ചു. ഒമാനിലെ മസ്കറ്റ് ഗവർണറേറ്റിലെ ജനസംഖ്യ 2025 ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് 1.5 ദശലക്ഷം കവിഞ്ഞു. നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. മൊത്തം ജനസംഖ്യയുടെ 61% പ്രവാസികളാണ്. 39% ഒമാനി പൗരന്മാർ. ടൂറിസം രംഗത്ത് പുതിയ ഉയരങ്ങൾ കീഴടക്കി സൗദി അറേബ്യ. ടൂറിസം മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2024 സ്വകാര്യ ടൂറിസം സൗകര്യങ്ങൾക്കുള്ള ലൈസൻസുകളുടെ എണ്ണത്തിൽ 330% വർധനവാണ് രേഖപ്പെടുത്തിയത്. 2023
1900 ലൈസൻസുകൾ മാത്രമുണ്ടായിരുന്നത് 2024 ആയപ്പോൾ 8300 ഉയർന്നു. സൗദിയിൽ സ്ത്രീകൾ നടത്തുന്ന സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന. റിയാദിലെ 10 ലക്ഷത്തിലേറെ വരുന്ന സ്ഥാപനങ്ങളിൽ 2.5 ലക്ഷത്തിലേറെ സ്ഥാപനങ്ങൾ സ്ത്രീകളുടേതാണ്. മക്കയിലും ലക്ഷത്തിലേറെ സ്ഥാപനങ്ങൾ സ്ത്രീകൾ നടത്തുന്നു. ഭരണകൂടത്തിന് കീഴിലെ സ്റ്റാർട്ടപ്പുകളും ഇതിൽ ഉൾപ്പെടും. കായിക വാർത്തകൾ. IPL 18ാം സീസണിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 5ാം തോൽവി. 4 വിക്കറ്റിനാണ് മുംബൈ ഇന്ത്യൻസിന്റെ ജയം. 163 റൺസ് വിജയലക്ഷ്യം. 11 പന്ത് ശേഷിക്കെ മുംബൈ മറികടന്നു. ഈ ജയത്തോടെ പോയിന്റ് നിലയിൽ മുംബൈ 7ാം സ്ഥാനത്തെത്തി. IPLൽ പഞ്ചാബ് കിങ്സ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. അവസാന മത്സരത്തിൽ വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് രണ്ടു ടീമുകളും. ഇന്ന് ജയിച്ചാൽ പോയിന്റ് പട്ടികയിൽ ബാംഗ്ലൂരിന് 1ാം സ്ഥാനത്തേക്ക് വരാം. 7:30 ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. സിനിമാ വാർത്തകൾ. നവാഗതനായ PK ബിനു വർഗീസ് സംവിധാനം ചെയ്യുന്ന ഹിമുക്രി എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തെത്തി. പുതുമുഖം അരുൺ ദയാനന്ദ് പ്രധാന വേഷത്തിലെത്തുന്നു. ശങ്കർ, കലാഭവൻ റഹ്മാൻ, ക്രിസ്റ്റി ബെനറ്റ് തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ചിത്രം ഏപ്രിൽ 25-ാം തീയതി പ്രദർശനത്തിനെത്തും. മാനത്തെ കൊട്ടാരം, ആലഞ്ചേരി തമ്പ്രാക്കൾ തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയ സംവിധായകൻ സുനിൽ ഒരിടവേളയ്ക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന കേക്ക് സ്റ്റോറി തിയേറ്ററുകളിലേക്ക്. ഒരു കേക്കിന് പിന്നിലെ രസകരവും ഒപ്പം ഉദ്വേഗജനകവുമായ കഥയാണ് പ്രമേയം. സംവിധായകൻ സുനിലിന്റെ മകൾ വേദ സുനിലാണ് പ്രധാന കഥാപാത്രത്തിൽ എത്തുന്നത്. ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നതും വേദ സുനിലാണ്. അശോകൻ, ബാബു ആന്റണി, ജോണി ആന്റണി, മേജർ രവി, കോട്ടയം രമേശ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. പ്രാദേശിക വാർത്തകൾ. 108 ആംബുലൻസ് വിട്ടു നൽകാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് രോഗി മരിച്ചുവെന്ന് പരാതി. നെയ്യാറ്റിൻകര വെള്ളറട സ്വദേശി ആൻസിയാണ് മരിച്ചത്. വെള്ളറടയിലെ സ്വകാര്യ ആശുപത്രിയിലും സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലും പനിയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഗുരുതരാവസ്ഥയിൽ ആയതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ നിർദ്ദേശം ലഭിച്ചുവെങ്കിലും സ്പെഷ്യൽ ഡ്യൂട്ടിയുടെ കാരണത്താൽ ആംബുലൻസ് വിട്ടു നൽകാൻ കഴിയില്ല എന്ന് സന്ദേശം ലഭിച്ചുവെന്ന് ബന്ധുക്കൾ. കായംകുളത്ത് പ്രതിയെ പിടികൂടാനെത്തിയ SIക്ക് നേരെ ആക്രമണം. കുറത്തിക്കാട് SI ഉദയകുമാറിനെയാണ് ആക്രമിച്ചത്. നിരവധി കേസുകളിലെ പ്രതിയായിട്ടുള്ള നന്ദുവിനെ കസ്റ്റഡിയിലെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു ആക്രമണം. ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന അരുൺ, വിഷ്ണു എന്നിവരും ആക്രമിച്ചുവെന്ന് പോലീസ്. കായംകുളം പെരുങ്ങാലെ ഭീതിയിലാക്കി കാട്ടുപന്നിയെ 3 മണിക്കൂറിന് ശേഷം വെടിവെച്ചു കൊന്നു. റെയിൽവേ സ്റ്റേഷൻ സമീപമാണ് ആദ്യം കാട്ടുപന്നിയെ കണ്ടത്. പിന്നീട് വീടുകൾക്ക് സമീപം പന്നിയെ കണ്ടതോടെ വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ പന്നിയെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു. കായംകുളം എരുവയിൽ 21ാമത് കുസൃതി കൊട്ടാരം അവധിക്കാല ക്യാമ്പിന് തുടക്കമായി. എരുവ നളന്ദ കലാ സാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ്. യു പ്രതിഭ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ലഹരിക്കെതിരെ പ്രചാരണം നടത്തുകയാണ് ഇത്തവണ ക്യാമ്പിന്റെ ലക്ഷ്യം. കായംകുളം കരിയിലക്കുളങ്ങര വാല്യക്കുളങ്ങര ജുമാ മസ്ജിദ് ഷഹിദാർ മദ്രസയിൽ പ്രവേശനോത്സവം നടന്നു. നവീകരിച്ച മദ്രസ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നടന്നു. കുറുങ്ങാട് മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് PN ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാല്യകുളങ്ങര ജുമാ മസ്ജിദ് പ്രസിഡന്റ് മുഹമ്മദ് ഷാൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.